കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക വൃക്ക ദിനം ആചരിച്ചു. ലോക വൃക്ക ഡേയാണ്, വൃക്ക ദിനമാണ്. ഇത് ആചരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിനങ്ങളും ആചരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം മനുഷ്യർക്ക്, അതായത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പം നമ്മൾ പണ്ടൊക്കെ ന്യൂസ് പേപ്പറിൽ അവിടെ ഇവിടെയൊക്കെ കാണും, വൃക്ക മാറ്റി വെക്കുന്നതിനായി ഒരാളെ തേടുന്നു, അല്ലെങ്കിൽ ചികിത്സാ സഹായത്തിനായിട്ട് സഹായം തേടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു സംഭവം ഇപ്പോൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വൃക്ക മാറ്റി വെക്കുക, ഡയാലിസിസ്, എത്രയോ സെന്റേഴ്സ് ഇപ്പം പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെയൊക്കെ ഏരിയയിൽ തന്നെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം കിഡ്നി പേഷ്യൻസ് ഇത്രയും കൂടാനുള്ള കാരണം? അപ്പൊ ആദ്യം തന്നെ ഞാൻ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അതിൽ ഒരേ ഒരു കാരണം എന്നല്ല, അതിലൊരു കാരണത്തിൽ ഒന്നാണ് ഡയബറ്റീസ്, ഷുഗർ പേഷ്യൻസ് ഉള്ളവര് നാളെ കിഡ്നി ഫെയിലിയറിലേക്ക് കടക്കാം. എന്ത് കാരണം കൊണ്ട്? കിഡ്നിയിൽ ലിവറിൽ, അതായത് രക്തത്തില് ഷുഗർ അധികമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു 10 വർഷത്തോളം അൺകൺട്രോൾ ആയിട്ട് നിൽക്കുവാണ് എങ്കിൽ നാളെ ആർക്കും കിഡ്നി ഫെയിലിയർ വരാം. കേരള സർക്കാർ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ ജീവിതശൈലി രോഗ നിവാരണ സമഗ്ര ചികിത്സാ പദ്ധതിയായ ആയുഷ്മാൻ ഭവയുടെ നേതൃത്വത്തിലാണ് ലോകവൃക്ക ദിനം ആചരിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും സൗജന്യ യൂറിൻ മൈക്രോ ആൽബുമിൻ പരിശോധനയും സംഘടിപ്പിച്ചു. വൃക്ക രോഗികളുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ എന്ന വിഷയത്തിൽ ആയുഷ്മാൻ ഭവ നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്നേഹ VS ക്ലാസ് നയിച്ചു. ആയുഷ്മാൻ ഭവ ജില്ലാ കൺവീനർ ഡോക്ടർ റിഫ്ന CS അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാലകൃഷ്ണ ഷേണായി സ്വാഗതവും യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ അനു ജ്യോതി നന്ദിയും പറഞ്ഞു. ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി ധർ നേതൃത്വം നൽകി. ായിട്ട് യൂറിൻ മൈക്രോ ആൽബുമിൻ പരിശോധനയും നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഡോക്ടർ സ്നേഹ നയിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെ പറ്റിയുള്ള, അതായത് വൃക്ക രോഗികളുടെ ഭക്ഷണ ക്രമീകരണങ്ങളെ പറ്റിയുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ക്ലാസ്സും, രോഗികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സും ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൃക്ക രോഗികൾ മാത്രമല്ല, നമ്മൾക്ക് പൊതുവെ കിഡ്നിയുടെ ആരോഗ്യത്തിന്, അതായത് വൃക്കയുടെ ആരോഗ്യത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ക്ലാസ് വഴി നമ്മൾക്ക് കിട്ടും. എല്ലാവരും ഇന്നത്തെ ക്ലാസ് പരമാവധി പ്രയോജനപ്പെടുത്തുക. അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം കിഡ്നി നമുക്ക് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു അവയവമാണെന്നുള്ളത്. കിഡ്നിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ലാസ്റ്റ് മൊമെന്റ് വരെ അത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. നമുക്ക് 2 കിഡ്നി ഉണ്ട്. ഒരു കിഡ്നി പ്രവർത്തനരഹിതമായാലും നമ്മൾ അറിയില്ല. 2 കിഡ്നിയും പ്രവർത്തനരഹിതമായാൽ മാത്രമേ നമ്മൾ അതിൻ്റെ സിംറ്റംസ് തിരിച്ചറിയൂ എന്നൊരു പ്രശ്നം കിഡ്നിക്കുണ്ട്. അത് കഷ്ടപ്പെട്ട് അതിൻ്റെ പ്രവർത്തനം നടത്തും. അപ്പോൾ അത്രത്തോളം നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത്. പല പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ കിഡ്നി ഡിസീസ് ഇപ്പോൾ നേരത്തെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഡയറ്റ് അതിനു വേണ്ടി നമ്മൾക്ക് പാലിക്കാം, നമ്മുടെ കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ നാച്ചുറോപ്പതി ഡോക്ടർ ഇവിടെ പറഞ്ഞു തരുന്നത്.